ഹലോ, വിഷൻ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കൂർഗിലേക്കുള്ള ട്രിപ്പ് വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, വ്ളോഗ് കണ്ടു നോക്കൂ. ഷിജിൻ സാറിന്റെ ഔട്ട്ഫിറ്റ്, സാറ് ഫുള്ള് ട്രിപ്പ് മൂഡ്. നമ്മളങ്ങനെ ട്രിപ്പ് പോയാന്ന് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് നിന്നാണ് മംഗലാപുരം പോകുന്നുള്ളത്, കോളേജിൻ്റെ അവിടത്തേക്ക്. അങ്ങനെ കോളേജിൻ്റെ അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ചിട്ട് 2 കാറായിട്ട് കൂർഗിലേക്ക് പോകാനായിരുന്നു പ്ലാന്. അങ്ങനെ ഞാനും ഷിജിൻ സാറും കാസർഗോഡ് നിന്ന് ഷിജിൻ സാറിൻ്റെ കാറിൽ കൂടിയിട്ട് കോളേജിലേക്ക് പോയി. ബാക്കിയുള്ളവർ അവിടെ നിന്ന് ജോയിൻ ചെയ്യും, ബാക്കി സാറന്മാർ. ഓക്കെ, സോ നമുക്ക് കോളേജിൽ നിന്ന് കോളേജിലാണ് ആരിഫ് സാർ. ഞമ്മടെ പോന്നെ നമ്മളിപ്പോ സമ്പാജ അവിടെ നമ്മള് മടിക്കേരുണ്ടല്ലേ അവിടെ പോന്നെ ഇബ്രാഹിം സാറിന്റെ പേര്. എന്ത് ഫംഗ്ഷൻ? എന്ത് ഫംഗ്ഷന്? കൊക്കി കട്ടാക്കിയതാ. ഷിജിൻ സാർ ഉണ്ട്, സമീർ സാർ. നമ്മൾ പ്രീവിയസ് ഡേ 6 മണിക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്, എല്ലാ സൈറ്റെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ 2 പേര് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ 8 മണിക്കാണ് 2 hours ഡിലേ ആയിട്ട് വിട്ടത് കൂർഗിലേക്ക്. എന്ത് സാർ ഇങ്ങനെ ലേറ്റ്? അശാം സാർ ഭയങ്കര ലേറ്റ്. ദാടാ സാജിർ സാർ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓൺ ബോർഡ് ചെയ്തതാ യാത്ര പുറപ്പെട്ടു. മംഗലാപുരത്ത് PA കോളേജിൻ്റെ എൻട്രൻസിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. 2 കാറായിട്ടാണ് പുറപ്പെട്ടത്. ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഏർലി മോർണിംഗ് ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന്. അങ്ങനെ അവിടെ പുത്തൂർ എത്താനാകുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്, സമുദ്ര എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നീട് പോയത്. നമുക്ക് ഹോട്ടലിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണാം. സാറിന് എന്താ വേണ്ടേ? സമീർ സാറിന്, സാജിർ സാറിന് എന്ത് വേണ്ടേ? അശാം സാറിന്, ആരിഫ് സാറിന്, ആള് കഴിക്കാൻ തുടങ്ങി. എന്ത് സാർ ഇത്ര തിരക്ക് നിങ്ങൾക്ക്? പാപ്പം വിശപ്പിന്റെ അസുഖമുണ്ട് കുട്ടിക്ക്, വേറൊരു വിശപ്പിന്റെ അസുഖമുള്ള അവർക്ക് തിരക്കൂട്ടിട്ട് ഏതാ 2 കൈയും പിടിച്ചിട്ട് തോന്നി. കാറ്റ് പോയാ? പ്യൂർ വെജിറ്റേറിയൻ, നോ നോൺ വെജ് ഹിയർ. ആരിഫ് സാറിനും സന്തോഷം. 2 പൂരിയാ? 2 കൈ അനക്ക് കോഫി കല്ലടക്കട്ടി. ഇത് കല്ലടക്ക കോഫി. ഓക്കെ, ഇത് കല്ലടക്ക കോഫി. ഷിജിൻ സർ സ്പെഷ്യൽ. ബാക്കി എല്ലാവർക്കും കല്ലടക്കട്ടി. ആരിഫ് സാർക്ക് ഇത് കല്ലടക്കട്ടിയാ? മേൽക്കരട്ടി. ഓക്കെ, ഫുഡ് എങ്ങനെ? നല്ല ഫുഡല്ല? എങ്ങനെ? കോഫി അല്ല, ഫുഡ് അടിപൊളിയേനു. വെജ് റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾ എന്തെല്ലാം ഞങ്ങ ഇതൊരു അടിപൊളി ട്രിപ്പാണ്. അല്ല, നിങ്ങൾ വേറെന്തോ പറയുന്നുണ്ട് ഇനിയിപ്പോ? എന്തില്ല, വേറെന്തില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെടുന്നതിൻ്റെ ഇടയിൽ നിന്ന് മടിക്കേരി എത്താനാകുമ്പോൾ പുത്തൂറെല്ലാം കഴിഞ്ഞ പാട് അവിടെ PA കോളേജിൻ്റെ ബസ് കണ്ടു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. നല്ല പാട്ടൊക്കെ വെച്ചിട്ട് അതങ്ങ് പോകുന്നുള്ളത്. പക്ഷേ എന്താ, ഇതിൽ പാട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരുമല്ലോ. നല്ല യഥാർത്ഥത്തിൽ നല്ല, ഞാൻ വിചാരിച്ചു ഓൺ വോയിസ് തന്നെ കൊടുക്കാമെന്ന്. ഓൺ വോയിസിൽ പാട്ടെല്ലാം മിക്സ് ആകുന്നത് കൊണ്ട് കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് കൊടുത്തിട്ടില്ല. അങ്ങനെ വോയിസ് ഓവർ കൊടുത്തതാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ പകുതിക്ക് വെച്ചിട്ട് മഴ ചാരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഷിജിൻ സാർ ഫുൾ വൈബ് മോഡിൽ മഴയിലും. അങ്ങനെ ഞാനും നല്ല വൈബ് മോഡിലുണ്ട്, പാട്ടെല്ലാം പാടുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരുന്നു. നല്ല കാഴ്ചയാണ് ഇവിടുത്തെ. മഴ കുറച്ചും കൂടി ശക്തിയായിട്ട് പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ഇത് മലയോര പ്രദേശമാണല്ലോ, അപ്പോൾ മഴ കൂടുതലായിരിക്കും. കുറച്ച് അങ്ങോട്ടങ്ങോട്ട് പോകും തോറും മഴ നല്ലോണം കനക്കുന്നുണ്ട്. ഓക്കെ, നല്ല ഫോഗല്ലായിട്ടുള്ള ഒരു മിസ്റ്റായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇനി വരുന്നത്. ഓക്കെ, സോ ഞങ്ങളിങ്ങനെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചിട്ട് സംസാരിച്ചിട്ട് പാട്ടിന് താളം പിടിച്ചിട്ടും പാട്ട് പാടിക്കൊണ്ടും കരിയൊക്കെ വെച്ചിട്ടെല്ലാം ഇങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഷോർട്സിൽ കൊടുക്കാമെന്ന്, പക്ഷേ ഷോർട്സിൽ കൊടുത്താൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ മിസ് ഔട്ടാകും. ഷോർട്സിൽ എന്താ പറയുക 1 മിനിറ്റ് 2 മിനിറ്റ്സിന് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത് ലോങ് വീഡിയോ തന്നെ ആവും. പിന്നെ അങ്ങനെ വിചാരിച്ച ലോങ് വീഡിയോ ആയിട്ട് തന്നെ കൊടുക്കാമെന്ന്, എല്ലാ കാഴ്ചകളും കവർ ചെയ്യണമല്ലോ, ഒന്ന് മിസ് ഔട്ടായി പോകേണ്ട. ട്രിപ്പ് പോയതിൻ്റെ പ്രധാനപ്പെട്ട കുറേ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തു. ഇത് അവിടെ ബോർഡെല്ലാം കാണുന്നുണ്ട്, മൈസൂർ മറ്റേ കൂർഗ് ഇത്ര കിലോമീറ്റർ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ കൂർഗ് മടിക്കേരി ഞങ്ങളെത്തി. നല്ല പച്ചപ്പാണ് ഫുള്ള് കാണുന്നുള്ളത് എത്തുമ്പോൾ തന്നെ. ഇത് കർണാടകൻ്റെ യഥാർത്ഥ ഭംഗി ഈ റൂട്ടിലൂടെ പോയാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഫുള്ളൊന്ന് ഇങ്ങനെ ഫോഗ് ജസ്റ്റ് മിസ്റ്റെല്ലാം വരാൻ തുടങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ട്, ഈ ഫോഗെല്ലാം കാണാൻ പറ്റുന്നത് എനിക്ക് അറിയില്ല. യഥാർത്ഥത്തിൽ ഈ കാഴ്ച കാണാൻ വളരെയധികം എന്താ പറയുക, കണ്ണിന് കുളിർമ എന്നൊക്കെ പറയില്ലേ, അത്ര നല്ല രസമായി. പോയത് നല്ലതായി എന്ന് വിചാരിക്കുന്നു. നല്ല കാഴ്ചയാണ് ഇവിടുത്തെ. ഓക്കെ, അങ്ങനെ മഴ ജസ്റ്റ് വീണ്ടും പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. നല്ല കാട്ടിൻ പ്രദേശമാണ്, നല്ല പച്ചപ്പാണ് ഇവിടെ. നല്ല മൊത്തത്തിൽ നല്ല അടിപൊളി വൈബാണ്. ഇപ്പോൾ പോയില്ലെങ്കിൽ ഇത് മിസ് ഔട്ട് ആട്ടീനു ഈ കാഴ്ചകളെല്ലാം. അങ്ങനെ മഴ അതിൻ്റെ ശക്തി ആർജിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ശക്തമായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങി. മഴ മാത്രമല്ല, കാറ്റും ഉണ്ട് ശക്തമായിട്ട്. ഇവിടുന്നെല്ലാം എന്താ പറയുക, പോകുന്ന വഴിക്കെല്ലാം മരങ്ങളെല്ലാം റോട്ടിൽ വീണിട്ട് തടസ്സമായിട്ടുണ്ട്. കാറ്റാണല്ലോ, മണ്ണിടിച്ചിനെല്ലാം നല്ലോണം സാധ്യതയുണ്ട് ഇവിടെ എല്ലാം. അങ്ങനെ ഭയങ്കര ശ്രദ്ധയോടെ സൂക്ഷിച്ചിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ. ഷിജിൻ സാറിന് ചെറിയ ഭയം ഇല്ലാന്നില്ല. സാറ് പാർക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സൂക്ഷ്മതയോടെ മല്ലേ പോകുന്നുണ്ട്. ഇത്ര സമയം ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നുണ്ടായത്. പക്ഷേ ഇവിടെ മഴ ഭയങ്കര ശക്തി ആർജിച്ചുകൊണ്ടുണ്ടല്ലോ, മലയോര പ്രദേശമല്ല. അങ്ങനെ സാറ് നല്ല സൂക്ഷ്മതയോടെ പോകുന്നുണ്ട്. കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഫോഗ് മിസ്റ്റ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഈ ഇവിടെ എത്തിയപ്പോൾ നല്ല ഒരു പുകമറ കൊണ്ട് ഫുള്ള് മറിഞ്ഞിട്ടൊരു ഊട്ടി വൈബ് തന്നെ ഇവിടെയും. നല്ലൊരു കാഴ്ചയാണ്. സൂപ്പർ ക്ലൈമറ്റ്. എബ്രാഹിം സാറിന്റെ വീട്ടിലേക്ക് എത്താനായി 1 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. എന്തിനാ സാർ ഇത്ര ലോങ്ങില് വീട് വെച്ചത്? നല്ല മഴയല്ലേ, പക്ഷെ നാട് നല്ല ക്ലൈമറ്റും നല്ല സീനറിയും ഇത് വിട്ട് പോരാന്നുണ്ടോ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇബ്രാഹിം സാറിന്റെ ഫംഗ്ഷൻ നടക്കുന്നുള്ള സ്ഥലത്തേക്ക് എത്തി. ഇബ്രാഹിം സാർ കയ്യോട് എങ്ങനെയുണ്ട്? ഞങ്ങൾ വന്നിട്ട് സന്തോഷമായ, നല്ല വ്യൂ എല്ലാം ബെസ്റ്റ്. ഞങ്ങൾ വന്നിട്ട് സന്തോഷമായ. സൂപ്പർ, ഭയങ്കര സന്തോഷം. ഇബ്രാഹിം സാറിന്റെ മോൻ കൈ കാണുന്നില്ല. ഇത് ഇങ്ങനെ വെച്ച് വേണം. നമുക്ക് കാണുന്നത് എടുക്കുവാൻ. ആ അല്ലല്ല, അതെടുക്കില്ലേ, ഹെൽമെറ്റ് ഒത്തിരി പറ്റും. ಮಡಿಕೇರಿ ಇದು ಮಂಗ್ಳೂರ್ ಟು ಮಡಿಕೇರಿ ಜರ್ನಿ ಹೆಂಗೆ ಉಂಟಾಯ್ತು?
എങ്ങനെയുണ്ടായിരുന്നു മാംഗ്ലൂർ എങ്ങനെയുണ്ടായിരുന്നു മാംഗ്ലൂർ ടു കൊടക് ജേർണി? കൊടക് മടിക്കേരി നല്ല ടർക്കി ജാം ആയിട്ടുണ്ടായി. ഞങ്ങൾ പറയുമ്പോ നല്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഫുഡ് പിന്നെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒരു സ്വീറ്റും കൂടി ഉണ്ടായിരുന്നു. മറ്റേ ഇബ്രാഹിം സാർ പറഞ്ഞത് ഒരു കേക്ക് പായസം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. അവിടുത്തെ സ്പെഷ്യൽ ഒരു കൂട്ടില്ല. ഞങ്ങളിതാ ഫുഡെല്ലാം ആസ്വദിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക കൂർഗ് കറങ്ങാൻ പറഞ്ഞിട്ട് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത്. സോ ഞങ്ങളിതാ ഗോൾഡൻ ടെമ്പിളിലേക്ക് കയറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗോൾഡൻ ടെമ്പിൾ? കാണാൻ പോകുന്ന കേറിയപ്പേ ശുഭലക്ഷണം അല്ലേ? നല്ല കാറ്റ്, നല്ല വൈബ്. ഭയങ്കര മഴ. സാജു സർ ഫസ്റ്റാ വരുന്ന? തേർഡ് ടൈം. ഷിജിൻ സാറോ ഫസ്റ്റ് ടൈമാ? സെക്കൻഡ് ടൈം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ്. എല്ലാവരും കുറേ ടൈം പ്രാവശ്യം വന്നു. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ്. അകത്ത് കയറണമെന്ന് നിർബന്ധമുണ്ടോ? അതാ മെയിൻ സ്ഥലം. ഫുള്ള് ഗോൾഡിന്റെ. ഓഹോ ഓക്കെ ഓക്കെ ഓക്കെ. Gandhalaya. Uh-huh. This means they preach and they read the book. How first time you are coming? No, I'm coming for the fifth or sixth. Fifth or sixth time. Okay. Adi idu Vihara. Idu janalo. Ingode poyittu varam. Endu adbudam sir idu. Endu idu. Actually, what's the name? What do you know? അങ്ങനെ പുറത്തത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ പോകാത്തവരൊരിക്കലെങ്കിലും പോകണം. നല്ല എല്ലാത്തരം ഏൻഷ്യൻ്റ് ആയിട്ടുള്ള എല്ലാത്തരം എന്താ പറയുക സ്കൾപ്ചേഴ്സും പിന്നെ കൊത്തുപണികളും എല്ലാം ഉണ്ട്. നല്ലൊരു പെയിൻറ്റിങ് പോലത്തെയാണ് ഇവരുത്തെ മതിൽ. നല്ല ബുദ്ധാൻ്റെ ഐഡലെല്ലാം നല്ല രസമുണ്ട്. സ്വർണം കൊണ്ട് തന്നെ പണി ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളിയാണ് ഇവിടെ. എല്ലാവരും ഫോട്ടോസിന് പോസ് ചെയ്തുകൊണ്ടുണ്ട്. ഫോട്ടോ എടുത്താ സിംഗിള് എത്ര സിംഗിൾ കിട്ടി? ഒരു 2-3 എണ്ണം എടുത്തു. ഗോൾഡൻ ടെമ്പിളിലുള്ള പോണ്ട്. ഉള്ളിലത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തത്തെ ഒരു ഫുൾ വീഡിയോയും ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വെച്ചിട്ട് ഉള്ളിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു. നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഇതാ പുറത്തത്തെ ഒരു വ്യൂ ആണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു സൈഡിലുള്ള വ്യൂ, മൊത്തത്തിലുള്ളതല്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഇവിടെ നിന്നും എടുത്തു. അതിന് ശേഷം ഞങ്ങളിതാ കാറിൻ്റെ അടുത്തേക്ക് പോയിട്ടാകുമ്പോൾ ഷിജിൻ സാറിനൊന്ന് എൻട്രി വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആണ് പോയത്. അങ്ങനെ ഞങ്ങളിതാ എൻട്രി വീഡിയോ എടുത്തുകൊണ്ടുണ്ട്. ഷിജിൻ സാർ ലാലേട്ടൻ സ്റ്റൈലിൽ കുടയൊക്കെ തുറന്നിട്ട് മഴയത്ത് ആറ്റിറ്റ്യൂഡ് എടുത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് ഇൻസ്പയർ ആയിട്ട് എനിക്ക് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ എൻ്റെ വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അതേപോലെ ചെയ്യുക. എൻട്രി വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനും കാറിൽ നിന്ന് ഇറങ്ങി കുടയൊക്കെ എടുത്തിട്ട് തുറന്ന് ലാലേട്ടൻ സ്റ്റൈലായിട്ടില്ലെങ്കിലും എൻ്റെതൊന്ന് അടിപൊളിയായിന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഞങ്ങൾ കൂർഗിനോട് ബൈ ബൈ പറഞ്ഞ് നാട്ടിലേക്ക് തന്നെ മടിയിലൂടെയുള്ള രാത്രിയിൽ എങ്ങനെയുണ്ട് സാറേ? എന്റെ പൊന്നെ, ഒരു അവസാനം കണ്ടിട്ട് മടുത്ത് പണ്ടാരടി ആനന്റെ ഫോട്ടോ ഒക്കെ കണ്ടു. ആന വന്നാ ഞാൻ വീഡിയോ എടുത്ത് കാണിക്ക. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ ഒന്ന് ചായക്കടയിൽ കയറിയിട്ട് പഴംപൊരിയും ചായ. സോ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ തന്നെ പ്രസ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.